മാവ് കുഴയ്ക്കാനും പരത്താനും ഒന്നും നിൽക്കേണ്ടടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത 1 കപ്പ് പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയെടുത്ത 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 1 വലിയുള്ളിയുടെ പീസ് അല്ലെങ്കിൽ ചെറിയുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 പിടി തേങ്ങ, പിന്നെ ഇതാ കറിവേപ്പിലയും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഹോൾസ് വരും. അപ്പോൾ ആ ഹോൾസ് ഉള്ള ഭാഗത്ത് കൂടെയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വലുതാക്കണ്ട. ഫസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ കുറച്ച് അധിക സമയം വെക്കണം. പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ വീഡിയോയിൽ കാണുന്ന പോലെ പൊങ്ങി വരും. ഇതുപോലെ പൊങ്ങി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഹോൾസ് ഇല്ലാതെ വേണം ചുറ്റിച്ചെടുക്കാൻ. നമ്മൾ നോർമൽ ദോശ ചൂടുന്ന അത്ര കനം കുറച്ചിട്ടും വലുപ്പത്തിലൊന്നും ഇത് ചുറ്റിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് മാവ് കുഴയ്ക്കാനും പരത്താനും ഒന്നും